നമസ്കാരം. കലയുടെ വേരുകൾ തേടിയുള്ള യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് കേണിച്ചിറയിലാണ്. കേണിച്ചിറ രാജീവ് ഗാന്ധി ജംഗ്ഷന് തൊട്ടടുത്തുള്ള സൗപർണിക എന്ന പേരുള്ള വീട്ടിലെത്തിയാൽ നമ്മൾ ഈ ചിരട്ടയുടെയും ചകിരിയുടെയും ഒക്കെ തലവര മാറുന്നത് കാണാം. കാരണം നമ്മൾ വേസ്റ്റ് മെറ്റീരിയലായി തള്ളിക്കളയുന്ന ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് മനോഹരങ്ങളായ നിരവധി ശില്പങ്ങൾ ഒരുക്കി വിസ്മയം തീർക്കുകയാണ് നമ്മുടെ കോളേരി കൃഷ്ണവിലാസം AUP സ്കൂളിലെ ഓഫീസ് സ്റ്റാഫ് കൂടിയായ ശിവലാൽ സാറിൻ്റെ ഇങ്ങനെയുള്ള കുറേ കരവിരുതുകളൊക്കെയാണ് ഈ ആഴ്ച വേരുകളിലൂടെ പരിചയപ്പെടുന്നത്. വയനാട് വിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും ഉപയോഗശൂന്യമെന്ന് കരുതി വലിച്ചെറിയുന്ന ചിരട്ടയിലും ചകിരിയിലും കരകൗശല വസ്തുക്കൾ തീർത്ത് വിസ്മയം തീർക്കുകയാണ് കേണിച്ചിറ സ്വദേശി ശിവലാൽ. കോളേരി കൃഷ്ണവിലാസം സ്കൂളിലെ ഓഫീസ് സ്റ്റാഫ് കൂടിയായ അദ്ദേഹം ഒഴിവു സമയങ്ങൾ ചിലവഴിക്കുന്നത് ഇങ്ങനെ വ്യത്യസ്ത വസ്തുക്കൾ ഉണ്ടാക്കിയാണ്. കേണിച്ചിറ രാജീവ് ഗാന്ധി ജംഗ്ഷന് സമീപമുള്ള സൗപർണിക എന്നു പേരുള്ള അദ്ദേഹത്തിന്റെ വീട് മുഴുവൻ ചിരട്ടയിലും ചകിരിയിലും തീർത്ത വ്യത്യസ്ത കരകൗശല വസ്തുക്കളാണ്. എൻ്റെ പേര് ശിവലാൽ. ഞാൻ കോളേരി കൃഷ്ണവിലാസ് AUP സ്കൂളിൽ ആണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലുള്ള എൻ്റെ ഒരു ചെറിയ കലാവിരുതുകളാണ് ഈ ചിരട്ടയിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് വളരെ കുറച്ച് സമയം കിട്ടാറുള്ളൂ. ആ കിട്ടുന്ന സമയത്ത് പല ദിവസങ്ങളിലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വേസ്റ്റ് മെറ്റീരിയൽ ഐറ്റത്തിൽ പെടുന്ന ഒരു സംഗതിയാണ് ഈ ചിരട്ടകളൊക്കെ. നമ്മൾ തേങ്ങ ചിരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തേങ്ങ പൊതിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചകിരി വെറുതെ നമ്മളെടുത്ത് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ വലിച്ചെറിയുകയോ ചെയ്യുന്ന ഒരു സംഭവമാണ്. ആ സംഭവം നമുക്ക് ഇങ്ങനെയുള്ള പല കരകൗശല വസ്തുക്കൾ നമുക്ക് ഉണ്ടാക്കി, തവികൾ, അങ്ങനെയുള്ള പല സാധനങ്ങളും, ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള പല സാധനങ്ങളും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രമേളയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും. അവർക്ക് ഗ്രേസ് മാർക്ക് നേടാനായിട്ട് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ പോയി പങ്കെടുക്കാനൊക്കെയുള്ളൊരു വഴി കൂടി ഇതിലൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പരമാവധി കുട്ടികളിത് കണ്ട് പഠിച്ച് അവരിത് ചെയ്ത് നോക്കണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എനിക്ക് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയമുള്ളൂ. അപ്പം ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എനിക്ക് കിട്ടുന്ന ചെറിയ സമയത്ത്, അതുപോലെ വൈകുന്നേരങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സമയത്ത് ആ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ കിട്ടുന്ന ആ സമയത്ത് ഞാൻ കുറേശ്ശെ ചെയ്ത് ആക്കിയെടുത്താണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു വർഷം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇതിന് മുമ്പ് ഞാൻ ചെയ്യുമായിരുന്നു, മരത്തിലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കുറേ 1-2 എക്സിബിഷനൊക്കെ കഴിഞ്ഞപ്പോൾ അത് സാധനങ്ങൾ തീർന്നു. ഇനിയിപ്പം ചിരട്ടയിലുള്ള സാധനങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ചില ആളുകൾക്ക് ചിത്രരചന, അതുപോലെ പാട്ട് പാടാനുള്ള അങ്ങനെയുള്ള ഓരോരുത്തർക്കുള്ള ഒരു ഇതാണ്. എനിക്ക് എൻ്റെ ഒരു ഹോബിയായിട്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ ഒഴിവ് സമയങ്ങളിൽ എനിക്ക് കിട്ടുന്ന ഒരു സമയം ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്ന ഇതാണ് ഈ ചിരട്ടയിൽ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ. അപ്പോൾ ഓരോ ദിവസം ചിലപ്പോൾ ഒരു സാധനം ഉണ്ടാക്കാൻ തന്നെ ചിലപ്പോൾ 3-4 ദിവസം, ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുക്കും ചിലപ്പം ഇത് ഒട്ടിച്ച് പെറുക്കി ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. എന്നാലും ഇതുണ്ടാക്കി കഴിയുമ്പോൾ ഒരു സന്തോഷം. ഉറുമ്പുകൾ, ഞണ്ട്, പൈനാപ്പിൾ, മത്തങ്ങ, കൊതുക്, പക്ഷികൾ, തവികൾ, ക്ലിപ്പുകൾ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത വസ്തുക്കളാണ് ശിവലാൽ ചിരട്ടയിൽ തീർത്തിരിക്കുന്നത്. ചിരട്ടയ്ക്ക് പുറമെ ചകിരി,
മരത്തിൻ്റെ വേരുകൾ എന്നിവയിലെല്ലാം അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. വളരെ കഷ്ടപ്പെട്ട് സൂക്ഷ്മതയോടെയാണ് ഓരോന്നും ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് ചെയ്യുമ്പോൾ മനസ്സിനുണ്ടാകുന്ന സന്തോഷവും ചെറുതല്ല. ആവശ്യാനുസരണം ചിരട്ട ശേഖരിച്ച് സാൻഡ് പേപ്പർ കൊണ്ട് പോളിഷ് ചെയ്താണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ തോട്ടത്തിൽക്കൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ എത്തിക്കഴിയുമ്പോൾ തെങ്ങിൻ്റെ ഒരു സാധനവും നമുക്ക് കളയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈർക്കിളി, അതിൻ്റെ മട്ടലുകൾ, അങ്ങനെ അതിൻ്റെ എല്ലാ സാധനവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ആ ഒരു തേങ്ങ, ഒരു ചാടിക്കിടക്കുന്ന ഒരു മണ്ടരി പിടിച്ചൊരു തേങ്ങ കിട്ടിയിട്ടുണ്ടല്ലോ, ആ തേങ്ങ നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിലൊരു രൂപം നമുക്ക് കാണാൻ പറ്റും. അതായത് ചിലപ്പോൾ അത് നോക്കി എടുത്ത് ആ തേങ്ങ പൊതിക്കാതെ തന്നെ നമുക്കതിൽ രൂപങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അതും അല്ലെങ്കിൽ ആ തേങ്ങ പൊതിച്ചെടുത്തു കഴിഞ്ഞാൽ ആ തേങ്ങ പൊട്ടിക്കാതെ തന്നെ ചിലപ്പോൾ അതിൽ രൂപങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അത് പൊട്ടിച്ചെടുത്താൽ പല വിധത്തിൽ നമുക്ക് ആ തേങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. അത് നേരെ നെടുക കീറിയിട്ടും അല്ലാതെയായിട്ട് പല രൂപങ്ങളിൽ നമുക്ക് ആ തേങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ കൈ കിട്ടുന്ന തേങ്ങ അല്ലെങ്കിൽ ആ ഒരു ചിരട്ട അത് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒരു ചെറിയ പീസാണെങ്കിൽ തന്നെ അതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ഒരു രൂപം ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ചെറിയ കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് മോതിരം ഉണ്ടാക്കാൻ സാധിക്കും, വളകൾ ഉണ്ടാക്കാൻ സാധിക്കും, അതിന് പക്ഷികളെ ഉണ്ടാക്കാൻ സാധിക്കും, ആമ, മയിൽ, അങ്ങനെ പല രൂപങ്ങൾ നമുക്ക് ഈ ഒരു ചിരട്ട നമ്മൾ എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലാദ്യം ഒരു രൂപം ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് രൂപമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കൈ കിട്ടിയ സാധനത്തിൽ നമുക്ക് ഏത് രൂപമായിട്ട് സാമ്യം വരുന്നു എന്ന് നമ്മൾ നോക്കണം ആദ്യം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പല രീതിയിൽ നമ്മൾ ചെത്തിയെടുത്ത് ആശ്രബേഡ് ഉപയോഗിച്ച് ചെത്തിയെടുത്ത് മിനുക്കിയെടുത്ത് അതിനെ ഒട്ടിച്ച് നമ്മുടെ മനസ്സിൽ കണ്ട രൂപത്തെ അതിനെ കറക്റ്റ് ചെയ്തിട്ട് അതിൽ ആക്കിയെടുക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അത് നമുക്ക് കിട്ടൂ. അല്ല ചിരട്ട കിട്ടി നമ്മളത് പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ ഇതില്ല. അപ്പം പശ വെച്ച് ഒട്ടിക്കണം. അതായത് ഇത് പശ വെച്ച് ഒട്ടിച്ച് പല ദിവസങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു രൂപം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ആ രൂപം നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു രൂപം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ പല ദിവസങ്ങളായിട്ട് ചിലപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇരുന്നാൽ ചിലപ്പം നമുക്കത് പെട്ടെന്ന് ആക്കിയെടുക്കാം. ചിലപ്പോൾ നമുക്ക് സമയമില്ലാത്ത ആളുകളാകുമ്പോൾ നമ്മളത് പല ദിവസങ്ങൾ കൊണ്ട് ഒട്ടിച്ച് കുറേശ്ശെ ആക്കി എടുത്ത് വരുമ്പോൾ അതിന് നമ്മുടെ ഉള്ളിൽ നമ്മൾ കണ്ടിരിക്കുന്ന ആ രൂപത്തെ നമ്മൾ മായ്ച്ചു കളയരുത്. നമ്മുടെ ഈ സൃഷ്ടി നടത്താൻ പോകുന്ന ആ ഒരു രൂപം അത് എത്ര ദിവസം കൊണ്ടാണ് തീരുന്നത് അതുവരെ നമ്മുടെ മനസ്സിൽ അത് അതേപോലെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ രൂപം ശരിയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഏത് രൂപത്തെ നമ്മൾ കാണുന്നുണ്ടോ അതിനെ നമ്മൾ ആദ്യം എടുക്കുന്ന ഇപ്പം ചിരട്ട അല്ലെങ്കിൽ ചകിരി കൊണ്ടാണെങ്കിൽ തന്നെ ഒത്തിരി രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം നമ്മൾ എടുക്കുന്ന ചകിരി വെറുതെ നമ്മൾ കത്തിച്ച് കളയുന്ന ആ ചകിരി നമ്മൾ പകുതി കത്തിച്ചാൽ പോലും ആ ചകിരിയിൽ നമുക്ക് വേറെ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ചിരട്ടയിൽ തന്നെ പകുതി കഷ്ണം ഉണ്ടെങ്കിൽ ആ കഷ്ണത്തിൽ നമുക്ക് രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ പല രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ചിരട്ട കൊണ്ട് തവികൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ആ ഒരു കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് പൊട്ടലുണ്ടാവും. പൊട്ടലില്ലാത്ത സാധനം നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. അതായത് ഈ തേങ്ങ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ തേങ്ങ നേരെ നടുവെ ഇങ്ങനെ വട്ടം മുട്ടിക്കാതെ നേരെ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിന് ആ ഒരു ചിരട്ട കൊണ്ട് പല വ്യത്യസ്തമായ രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. സ്റ്റാൻഡുകൾ, അങ്ങനെയുള്ള പല സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന ചിരട്ട അല്ലെങ്കിൽ ചകിരി നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ മനസ്സിൽ കണ്ട രൂപം അതിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ആ രൂപം അനുസരിച്ച് നമ്മൾ ക്ഷമയോടുകൂടി നമ്മളതിനെ ചീന്തിയെടുത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം നല്ല രൂപങ്ങൾ, നല്ല രസമുള്ള ഇവിടെ ആമ, അതുപോലെ ഒട്ടകപ്പക്ഷി, ഞാനിപ്പോൾ കുറേ ആരും ഉണ്ടാക്കാത്ത കുറേ ഐറ്റങ്ങൾ ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടാൽ വളരെ ചെറുതാണ്. അത് ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഇതിനകത്ത് കൊതുക് പോലും ഇതിനകത്തുണ്ട്. ഈ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയ കൊതുക്, അതുപോലെ നമ്മുടെ ഈ തോട്ടത്തിലൊക്കെ കാണുന്ന ഈ എട്ടുകാലി, ഇങ്ങനെ വല കെട്ടിയിരിക്കുന്ന എട്ടുകാലിയൊക്കെ കാണാൻ ചെറുതാണ്. പക്ഷേ അത് ഞാനിവിടെ ചിരട്ടയിൽ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമയോടുകൂടി ഇരുന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഏത് രൂപവും നമുക്ക് ചിരട്ടയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
സ്കൂളിലെ ജോലിക്ക് പുറമെ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും ചില കാരണങ്ങളുണ്ട്. ചെറിയ മുതൽ മുടക്കിൽ ചെയ്തെടുക്കാമെന്നതും ഒരു പ്രത്യേകതയാണ്. എനിക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനമായത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 6ാം ക്ലാസ്സിൽ നമ്മുടെ സ്കൂളിൽ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒരു നാടോടി അതിൽ വന്നു. അവരുടെ കയ്യിൽ കാപ്പിയുടെ വേരുകൾ കൊണ്ടുണ്ടാക്കിയ കുരങ്ങനെ, അങ്ങനെ പാമ്പുകൾ, അങ്ങനെയൊക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് അതിനോടൊരു താല്പര്യം തോന്നി. അപ്പോൾ ഈ അവർ കൊണ്ട് കാണിച്ച് വളരെ സിമ്പിളായിട്ടൊരു സാധനമാണ് കാപ്പിയുടെ വേര്. കാപ്പി പറിച്ച് കളയുന്ന കാപ്പിയുടെ വേരിൽ ആ ഒരു കാപ്പി ചോട പറിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ വേര് മൊത്തം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിന് പല രൂപങ്ങളും കണ്ടാവും. അപ്പോൾ ആ രൂപങ്ങൾ നമ്മുടെ മനസ്സിൽ ഒക്കെ നമുക്കതിനെ ഏതൊക്കെ തരത്തിലാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഇത് കാപ്പിയുടെ വേരാണ്. ആ വേര് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയാണ്. അപ്പോൾ ആ വേര് നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലി കളഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതിന് കിട്ടുന്ന, പിന്നെ അതിൻ്റെ ചെറിയ രൂപമാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരു ആമയായിട്ട് ഇത് മാറി. ഇതേപോലെ കാപ്പിയുടെ വേരുകൾ കൊണ്ട് ഉണ്ടാക്കിയ അങ്ങനെ കൊണ്ടുവന്ന ഒരു സാധനം അവിടെ കാണിച്ചപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ഇതൊരു പ്രചോദനമായത്. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾക്കിത് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ കുട്ടികൾ കുറേ പേര് കണ്ടു കഴിഞ്ഞാൽ അവർക്കിതൊരു താല്പര്യം വരും. പിന്നെ അവർക്കത് ഒരു സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കൂടി ആണ്. കാരണം ഈ ചിരട്ടകൾ കൊണ്ടുള്ള ക്ലിപ്പുകൾ, തലയിലിടുന്ന ക്ലിപ്പുകളുണ്ട് ഇവിടെ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. അതുപോലെ തവി, അത് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുന്നതാണ്. അതുപോലെ ഇതുകൊണ്ട് ഓരോ രൂപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ഇത് ഷോക്കേസ് വെക്കാവുന്ന ഐറ്റം ഉണ്ട്, അല്ലാത്ത ഐറ്റവും നമുക്ക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ കുറേ ശ്രമിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ സംഭവം. അതായത് ഇതിന് നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിന് നമുക്ക് മുതൽ മുടക്കെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ചിരകിയിട്ട് വലിച്ചെറിയുന്ന ആ ചിരട്ട എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ പൊതിച്ചെടുക്കുന്ന ചകിരി എടുത്തിട്ട് നമുക്ക് ഒരു രൂപം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചകിരിയിൽ ഇപ്പോൾ ഇവിടെ ഞാനൊരു മറ്റൊരു ഹൗസ് ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അതിൻ്റെ വില 2500 റുപ്യയാണ് അതിൻ്റെ വില. അതെന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പഴത്തിൻ്റെ ആ ഒരു ഇതുണ്ടാക്കി, അതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വളരെ വേഗം ഉണ്ടാക്കിയ ഒരു ശാസ്ത്രമേളയ്ക്കൊക്കെ പെട്ടെന്ന് അവരുടെ ടൈം കറക്റ്റാക്കി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറേ ഐറ്റങ്ങളുണ്ട്. അപ്പോൾ കുട്ടികൾ, എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിത് പഠിക്കുകയാണെങ്കിൽ അവർക്ക് വരുമാന മാർഗ്ഗമാണ്, അവർക്കൊരു നല്ലൊരു എൻജോയ്മെൻറ്റും കൂടിയാണ് ഈ ഒരു സംഭവങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം കുട്ടികളെ ആണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവർക്കാണ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ താല്പര്യം ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ വലിയവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു മാർക്കറ്റിങ്ങിന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫീൽഡാണ്. വളരെ നല്ലൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശിവലാലിന്റെ കരവിരുതിൽ പിറന്ന കരകൗശല വസ്തുക്കൾ നിരീക്ഷിച്ചാൽ ഓരോന്നിനും പ്രത്യേകതകളുള്ളതായി കാണാം. സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ നമ്മുടെ മനസ്സിലൊരു രൂപം ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതിപ്പം ഇവിടെ ഞണ്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 2 ഞണ്ടിനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഞണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഞണ്ടിനെ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ, ആ ഒരു ഞണ്ടിനെ ഞാൻ വളരെ നേരെ അതിനെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഞാൻ ആ രൂപം നമ്മുടെ മനസ്സിൽ നിലനിർത്തിയതിന് ശേഷമാണ് ഞാൻ ആ സംഭവം ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതായത് ആ ഒരു ഞണ്ട് ഒരാൾ കാണാതെ തന്നെ നടന്നു പോകുമ്പോഴെങ്ങനെ ഇരിക്കുന്നു, അതിനുശേഷം ആ ഞണ്ട് ഒരു ജീവിനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വസ്തുവിനെ കാണുമ്പോഴതിൻ്റെ ഭാവം എന്താണ്, അങ്ങനെ ഇത് നമ്മൾ ശരിക്കും അതിനെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഞാൻ ഇതുണ്ടാക്കിയത്. അതുപോലെ തന്നെ ഉറുമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉറുമ്പുകൾ എപ്പോഴും കൂട്ടമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഈ ചില ഉറുമ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഉറുമ്പുകൾ തമ്മിൽ ഇങ്ങനെ വർത്തമാനം പറയുന്ന പോലെ എന്ന് കാണിക്കുന്നത്. അപ്പം 2 ഉറുമ്പുകൾ തമ്മിൽ വർത്തമാനം പറയുമ്പോഴുള്ള അവസ്ഥ, അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു വസ്തു ഉണ്ടാക്കുമ്പോൾ അതിനെ ശരിക്കും നമ്മൾ നിരീക്ഷിക്കണം. നമ്മൾ ആ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ അതിൻ്റെ സ്വഭാവം പോലും നമ്മൾ പഠിക്കണം. എന്നാലേ നമ്മൾ അതിൻ്റെ ഇത് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെ ഇപ്പം ഞാൻ ചിരട്ട കൊണ്ട് ഒരു മയിലിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മയിൽ എന്ന് പറഞ്ഞാൽ ഒരു
മരക്കുറ്റിയിലേക്ക് വന്നിരിക്കുമ്പോഴത്തുള്ള അവസ്ഥയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് പറന്ന് വന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്തുള്ള അവസ്ഥ. അതുപോലെ മുള്ളമ്പന്നീനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുള്ളമ്പന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നടന്നു പോകുമ്പോഴുള്ള ആ മുള്ളമ്പന്നിയും ഒരു ജീവിനെ കാണുമ്പോൾ അത് എങ്ങനെ നിൽക്കുന്നു എന്നുള്ള ആ ഒരു ഇതൊക്കെയാണ് ഞാനവിടെ ഇതിനോട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വസ്തു ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡീപ്പായിട്ട് നമ്മളതിൻ്റെ മനസ്സിൽ നമ്മളതിനെ പ്രതിഷ്ഠിച്ച് വെക്കണം. അതിന് ശേഷം നമ്മളതിനെ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മാത്രമാണ് അത് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അതിന് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പരമാവധി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഇപ്പോൾ ആമ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആമ എന്ന് കരയിലുള്ള ആമയും കടലിലുള്ള ആമയും രണ്ടും രണ്ട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മളതിനെല്ലാം ശരിക്കും വാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയാൽ ആ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ രൂപം നമുക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കത് ഏകദേശം ഒരു അതിനോട് ചേർന്ന് തന്നെ കിട്ടിയിട്ടുമുണ്ട്. ഭാര്യയും മക്കളുമടങ്ങുന്ന കുടുംബം മികച്ച പിന്തുണയാണ് അദ്ദേഹത്തിന് നൽകുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ക്ഷമിച്ചോടുകൂടി പോയി ഇരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന് നമുക്കൊരു മൂഡ് വരണമെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. കാരണം നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യാൻ നമ്മുടെ ഫാമിലി ഈ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഞാനിത് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്നെ ആരും ശല്യം ചെയ്യാറില്ല. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് കയറി വരുമ്പോൾ മാത്രമേ അവർ ഇത് ചോദിക്കലുള്ളൂ, ഇത് എന്താ എങ്ങനെയാണെന്നൊക്കെ അവർ ചോദിക്കലുള്ളൂ. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കി പകുതി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പോളിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ വൈഫും കുട്ടികളും കൂടെ ചെയ്തോളൂ. അപ്പം പിന്നെ അത് നമുക്ക് വളരെയധികം ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളും. അപ്പം ഫാമിലി ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും എനിക്ക് ചെയ്യാൻ സാധിച്ചത്. ഇപ്പോഴും അവർ കുറേ ഐറ്റങ്ങൾ വേറെ എന്തെങ്കിലും അതിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വൈഫാണേലും അല്ലെങ്കിൽ മക്കളാണേലും അത് പറഞ്ഞു തരും. ഇന്ന പോലെ അത് ഇന്ന സൈഡ് ശരിയായിട്ടില്ല, അപ്പോൾ ഞാൻ മാറ്റിയിട്ട് വേറെ പുതിയതുണ്ടാക്കി പോകും. അപ്പോൾ എവിടെയെങ്കിലും ഒരു കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മനസ്സിലുണ്ടാവും ഒരു രൂപ എന്താണെന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പോൾ അതിന് പോരായ്മ എന്താണെന്നാൽ അവരപ്പോൾ പറഞ്ഞു തരും. അപ്പോൾ അതുപോലെ ഫാമിലി ഫുൾ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചത്. കുറഞ്ഞ ചെലവിൽ ചെയ്തെടുക്കാൻ കഴിയുന്നതും ഏറ്റവും നല്ല വരുമാനമുണ്ടാക്കാൻ കഴിയുന്നതുമാണ് ചിരട്ടയിൽ നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം. വിൽപ്പനയേക്കാൾ ഉപരി പ്രദർശനങ്ങളിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പല സ്ഥലങ്ങളിൽ ഇനിയിപ്പോൾ എക്സിബിഷൻ ഓരോ സ്ഥലങ്ങളിൽ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ കൂടി ഇനി പരമാവധി ആളുകളെ ഇത് കാണിക്കുക എന്നുള്ളതാണ് വിൽപ്പനയെ കഴിഞ്ഞും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. പരമാവധി കുട്ടികൾ ഇത് കണ്ടുപഠിക്കാൻ അവർക്കൊരവസരം ഉണ്ടാക്കി കൊടുക്കുക. ആരെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നാലാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് വിളിക്കാവുന്നതാണ്. ഞാൻ ഇതവരെ പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പം അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾ വിളിച്ചാൽ ഞാൻ അവർക്ക് അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കും, ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും. ഇത് എന്ന് പറഞ്ഞാൽ നമുക്കധികം ചിലവ് വരുന്ന സംഭവങ്ങളല്ല. കാരണം ചിരട്ടയ്ക്ക് അത് പൈസ കൊടുക്കണ്ട. ചിരട്ട നമ്മുടെ ഏത് വീടുകളിൽ ചെന്നാലും ചിരട്ട ഉണ്ടാവും. അപ്പോൾ ഇതിന് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതിന് ഒരു ആക്സൽ ബ്ലേഡ് എൻ്റെ ഇവിടെ ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ ഞാൻ കാണിച്ചു തരാം. അത് ഒരു ആക്സൽ ബ്ലേഡും പിന്നെ ഒരു ഉളിയും പിന്നെ ഈ സാൻഡ് പേപ്പറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. നമ്മൾ കുത്തിയിരുന്ന് അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ കാണിക്കുന്ന ആ താല്പര്യം, അത് നമ്മുടെ ക്ഷമയനുസരിച്ചിരിക്കും ഈ സാധനത്തിൻ്റെ മികവ്. ഈ സാധനം ഉണ്ടായി വരുന്നതിൻ്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മൾ പരമാവധി ക്ഷമിച്ച് നമ്മൾ കുത്തിയിരുന്നത് ഉണ്ടാക്കണം. ക്ഷമയില്ലാത്തവർക്ക് ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഇത് കാരണം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതും മിക്കവാറും ഇതെല്ലാം പൊട്ടിപ്പോവും. ചട്ട കട്ട് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവും. പ്രത്യേകിച്ച് മെഷീനിൽ കട്ട് ചെയ്യുമ്പം പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ആക്സൽ ബ്ലേഡിലാണ് ഞാൻ കൂടുതൽ ഇത് മുറിച്ചെടുക്കൽ. അപ്പോൾ അങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പതുക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇത് കാണുമ്പോൾ ചിരട്ട വളരെ നിസ്സാരമായ ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അതിങ്ങനെയുള്ള
പല രൂപങ്ങളായി വരുമ്പോൾ അതിൻ്റെ ആ ഭംഗി വളരെ വലുതാണ്. അപ്പോൾ അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ക്ഷമയോടുകൂടി കുത്തിയിരുന്നിട്ട് അത് ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ വസ്തുക്കളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് പിന്നെ നമുക്ക് ചെറിയ രീതിയിൽ തവി അങ്ങനെയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്ക് സാമ്പത്തികമായിട്ടും നമുക്ക് അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാനിവിടെ കുറച്ച് സാധനം ഉണ്ടാക്കി, ഇപ്പം തൽക്കാലം ഇതൊന്നും കൊടുത്തിട്ടില്ല. ഇത് കുറച്ച് എക്സിബിഷൻ കഴിഞ്ഞതിന് ശേഷം കുറേ ആളുകൾ ഓർഡറുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് എക്സിബിഷൻ കഴിഞ്ഞതിന് ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പരമാവധി സ്ഥലത്തെ ആളുകളെ എക്സിബിഷൻ നടത്തി കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. ശിവലാൽ സാർ ചെയ്ത ഒരുപാട് വർക്കുകൾ നമ്മൾ കണ്ടു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഇപ്പോൾ ഉറുമ്പായിക്കോട്ടെ, അതുപോലെ തന്നെ കൊതുക്, അതൊക്കെ അദ്ദേഹം ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാണ് ഓരോ സംഭവം ചെയ്യുന്നത്. കൊതുക് നമ്മളെ കടിച്ച ശേഷമുള്ള കൊതുകിൻ്റെ രൂപമാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഉറുമ്പുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഉറുമ്പ് എങ്ങനെയാണ്, അതുപോലെ തന്നെ പറയുന്ന ഉറുമ്പ് എങ്ങനെയാണ്, അതുപോലെ ഓരോന്നും നന്നായി ശ്രദ്ധിച്ചിട്ടാണ് അദ്ദേഹം ഓരോ വർക്കും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മരത്തിൻ്റെ വേരുകൾ, കാപ്പി, അതിലൊക്കെ അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചെയ്ത വർക്കുകളും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് വേരുകളിലൂടെ പരിചയപ്പെട്ടത്. വയനാട് വിഷൻ്റെ വേരുകളിലൂടെ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.